മൂന്നാമതൊരു മുന്നണി ശക്തിപ്പെട്ടു വരുന്നു. ആ മുന്നണി Correct. കൊണ്ടുവരുന്ന പ്രകടനം, അവർ നേടുന്ന വോട്ടുകൾ, അത് പരമ്പരാഗതമായി മുന്നിൽ നിൽക്കുന്ന യു ഡി എഫിനെയും എൽ ഡി എഫിനെയും അപ്സെറ്റ് ചെയ്യുമോ? ഒരുപക്ഷെ തൃശങ്കു സഭ വരുമോ? യു ഡി എഫിനൊരു സീറ്റ് ദാനം ചെയ്യാൻ എൽ ഡി എഫ് തയ്യാറായാൽ ഒരുപക്ഷെ ഒരു സീറ്റിൻ്റെ മെജോറിറ്റിയിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാലോ? ഓക്കെ, ഈ ഒരു സംശയം അവർക്ക് തന്നെ ഉണ്ടാവില്ലേ? അതുകൊണ്ട് ക്രോസ് വോട്ടിംഗ് നടക്കില്ല. പോളറൈസേഷൻ വരണമെങ്കിൽ ഒന്നിൽ ഐഡിയോളജിക്കൽ പോളറൈസേഷൻ, അതല്ലെങ്കിൽ കമ്മ്യൂണൽ പോളറൈസേഷൻ. അതെ. ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ട്. ഇപ്പോൾ എസ് ഡി പി ഐ ആയിട്ട് എടുത്ത ഇടപാട് കുറച്ച് സീറ്റുകൾ മലബാറിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തെക്ക് ഭാഗത്ത് തിരിച്ചടിക്ക് കാരണമാക്കും. 100% മൈനോറിറ്റീസ് യു ഡി എഫിൻ്റെ കൂടെയല്ല, എന്നാൽ മുഖ്യധാര യു ഡി എഫിൻ്റെ കൂടെയാണ്. ചെറു ഭാഗം എൽ ഡി എഫിലുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവന്നൊരു മൊബിലൈസേഷനുണ്ട്. 18% വോട്ടും ഒരു 3 സീറ്റുമെങ്കിലും ബി ജെ പി കിട്ടിയാൽ തീർച്ചയായിട്ടും ബി ജെ പി പിന്നീട് അത് വളരാനുള്ള സാധ്യത കൂടുതലാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളം വിധി എഴുതി, ഇനി കാത്തിരിപ്പാണ് റിസൾട്ടിനായി. അടുത്ത മാസം 4 വരെ അത് നമ്മൾ തുടരും. അതുവരെ ചർച്ചകളും ഉദ്വേഗവും വെല്ലുവിളിയും വാദപ്രതിവാദങ്ങളും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ചർച്ചകൾ നമുക്ക് മുന്നിൽ സജീവമായി തന്നെ ഉണ്ടാകും. നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഊഹാപോഹങ്ങൾ എത്രത്തോളം ശരിയാണ്. അതായത് യു ഡി എഫിന് മേൽക്കൈയുണ്ട്, അവരായിരിക്കും ഇനി സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത്. അതിനിടെ എൽ ഡി എഫിൻ്റെ അവകാശവാദം വരുന്നുണ്ട്. തങ്ങൾക്ക് അനുകൂലമായിരിക്കും റിസൾട്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളുടെ ആധാരം? ആരായിരിക്കും സർക്കാർ രൂപീകരിക്കുവാൻ കൂടുതൽ സാധ്യത? നമ്മോടൊപ്പം ചേരുകയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും അതിനോടൊപ്പം തന്നെ മുതിർന്ന രാഷ്ട്രതന്ത്ര വിദഗ്ധനുമായ ഡോക്ടർ ജി ഗോപകുമാർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. ഇലക്ഷനൊക്കെ കഴിഞ്ഞു. സാർ നേരിട്ട് കാണുന്ന എത്രയോ മികച്ച ഇലക്ഷനുകൾ നമുക്ക് മുന്നിൽ ഉണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്രയേറെ കൺഫ്യൂസ് ചെയ്യിച്ച ഒരു പ്രചരണ കാലവും തിരഞ്ഞെടുപ്പും വന്നതെന്ന് തോന്നുന്നു. കേരളത്തെ കൺഫ്യൂസ് ചെയ്യിച്ച ഒരു തിരഞ്ഞെടുപ്പാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിലയിരുത്തലുകളെക്കുറിച്ച് സാറും കേട്ട് കാണും. അതായത് യു ഡി എഫിനാണ് മേൽക്കൈ, അവരായിരിക്കും സർക്കാർ രൂപീകരിക്കുക. ചിലരൊക്കെ അവർക്ക് 100 സീറ്റ് വരെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ എൽ ഡി എഫ് പ്രതീക്ഷ പൂർണ്ണമായും കൈവിട്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാനും സാധിക്കില്ല. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഈ യു ഡി എഫിന് മേൽക്കൈ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും? എൽ ഡി എഫിന് എവിടെയൊക്കെ ആയിരിക്കും പിഴച്ചിട്ടുണ്ടാവുക? എന്താണ് അങ്ങയുടെ ഈ പ്രഡിക്ഷനുകളെക്കുറിച്ചുള്ള നിരീക്ഷണം? ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത്രയും സങ്കീർണത നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം, ഒന്ന്, ഒരു ഗവൺമെൻറ് 10 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു ജനവിധി ആവശ്യപ്പെടുന്നു. 2, പ്രതിപക്ഷം 10 വർഷത്തിരുന്നിട്ട് ഭരണത്തിൽ വരുമോ എന്ന് ശ്രമിക്കുന്നു. 3, മൂന്നാമതൊരു മുന്നണി ശക്തിപ്പെട്ടു വരുന്നു. ആ മുന്നണി കൊണ്ടുവരുന്ന പ്രകടനം, അവർ നേടുന്ന വോട്ടുകൾ, അത് പരമ്പരാഗതമായി മുന്നിൽ നിൽക്കുന്ന യു ഡി എഫിനെയും എൽ ഡി എഫിനെയും അപ്സെറ്റ് ചെയ്യുമോ? ഒരുപക്ഷെ തൃശങ്കു സഭ വരുമോ? ഇങ്ങനെ വരെ ചർച്ചകൾ പോകുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട്, കാരണം കേരളത്തിൽ 17 അസംബ്ലി തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം അസാധുവായിപ്പോയി, 1965. അതെ. അപ്പോൾ ഇനി വരാൻ പോകുന്ന അസംബ്ലി 16ാമത് നിയമസഭയാണ്. 17 ഇലക്ഷൻ കഴിഞ്ഞു. 16ാമത് നിയമസഭയാണ് വരുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു സങ്കീർണമായൊരു പാർട്ടി സിസ്റ്റത്തിൽ നിന്ന് മുന്നണി രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ ഒരു അച്ചടക്കം, ഒരു ഓർഡർ, ഒരു ഡിസിപ്ലിനൊക്കെ അതിനകത്ത് വന്നു. പക്ഷേ കാലക്രമത്തിൽ ആശയപരമായ യോജിപ്പുകളൊക്കെ നഷ്ടപ്പെട്ട് സൗകര്യത്തിനുള്ള മുന്നണിയായി മാറി എന്നുള്ളതും വസ്തുതയാണ്. ഇതിനൊക്കെ പുറമെ മൂന്നാമത് വന്ന മുന്നണി കാലക്രമേണ ശക്തിപ്പെട്ടു വരികയാണ്. ഞാനത് ഓർക്കുന്നത് 84 മുതൽ വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. 2% മുതൽ കഴിഞ്ഞ ലോക്സഭയിൽ 20% വരെ കിട്ടി. അപ്പോൾ ഇനിയും കൂടുതൽ വോട്ട് കിട്ടാനുള്ള ആത്മവിശ്വാസത്തിലാണ് മൂന്നാം മുന്നണി പോകുന്നത്. ഈ 2 മുന്നണികൾക്കിടെ മൂന്നാമതൊരു മുന്നണി വരുമ്പോൾ പിന്നെ എന്താണ് ഭാവി? അതിലേക്കൊക്കെ ചർച്ച കൊണ്ടുവരാം. പക്ഷേ ആ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യു ഡി എഫിന് നേരിയ ഒരു മുൻതൂക്കമുണ്ട്. അതെ, എല്ലാവരും പറയുന്നുണ്ട് എൽ ഡി എഫിന് പരാജയമുണ്ടാകും, യു ഡി എഫിന് നേരിയ മുൻതൂക്കമുണ്ട് എന്ന്. ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോൾ പലരും പ്രഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന ഒരു പോയിൻ്റുണ്ട്. ഇത് CM വിരുദ്ധമാണ്, അല്ലെങ്കിൽ പിണറായി വിരുദ്ധതയുണ്ട്, MLA വിരുദ്ധമല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. യു ഡി എഫിന് അവരോടുള്ള ഇഷ്ടം കൊണ്ടല്ല,
പക്ഷേ ഈ ഭരണമുന്നണിയെ മടുത്ത് ജനങ്ങൾ UDF-ന് വോട്ട് കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. അതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ, അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളൊക്കെ തന്നെ നിരത്താനുണ്ടോ? അല്ല, പ്രധാനമായി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളും അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും കുടുംബത്തിന് വേണ്ടി സഹായിക്കുന്ന പശ്ചാത്തലം, ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി ആരോപണങ്ങളുണ്ട്. പ്രതികരണങ്ങളൊക്കെ വളരെ രൂക്ഷമായിരുന്നു. കൂടുതൽ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യം, ഭരണവിരുദ്ധ വികാരമെല്ലാം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഭരണത്തലവൻ, അത് ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും അവരിലേക്കാണ് ഫോക്കസ് വരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഈ തിരഞ്ഞെടുപ്പ് പിണറായി ഭരണം തുടരണോ വേണ്ടയോ എന്നുള്ളൊരു മാൻഡേറ്റാണ്. ആ മാൻഡേറ്റ് ആ റഫറൻഡമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പിന്നെ മറ്റൊരു മുന്നണി എന്തായാലും ആൾട്ടർനേറ്റീവ് സിസ്റ്റം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് മാറിയാൽ പ്രതിപക്ഷത്തെ ആസ്ഥാനത്തേക്ക് വരാം. പ്രതിപക്ഷത്തിൻ്റെ മേന്മയേക്കാൾ ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പറയുന്നതിൽ സാങ്കത്യമുണ്ട്. കാരണം പ്രതിപക്ഷം രണ്ട് വിഭാഗത്തിലുള്ള പ്രതിപക്ഷമാണ്. ഒന്ന് UDF, മറ്റൊന്ന് NDA വളർന്നു വരുന്നതേ ഉള്ളൂ. UDF എസ്റ്റാബ്ലിഷ്ഡാണ്. 1979 ലാൻഡ് ചെയ്താണ് UDF. അതിൽ നിന്ന് ഒരുപാട് പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ടുണ്ട്. എന്നാലും LDF-ലും മാറ്റവും മറിച്ചിലും ഒക്കെ വന്നിട്ടുണ്ട്. UDF-ലൊരു ഭാഗം LDF-ൽ പോയിട്ടുണ്ട്, LDF-ലെ ചില പാർട്ടികൾ UDF-ലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓർമ്മയിൽ നന്നായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആശയപരമായി ഐഡിയോളജിക്കലായിട്ട് ഒരു യൂണിറ്റി ഉള്ളൊരു മുന്നണിയൊന്നുമല്ല, സൗകര്യത്തിന് വേണ്ടി തന്നെയാണ്. പേരിന് ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പറയുന്നതാണെങ്കിലും രണ്ട് കൂട്ടരിലും ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ട്, എന്നിലുമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഐഡിയോളജിക്കലല്ല, പൊളിറ്റിക്സ് ഓഫ് കൺവീനിയൻസ്. പിന്നെ ഇലക്ട്രൽ വെയിറ്റ് വരണം. അപ്പോൾ ഘടനാപരമായി നോക്കിക്കഴിഞ്ഞാൽ ഇടതുമുന്നണി വളരെ ശക്തമാണ്. കാരണം 11 പാർട്ടികളുണ്ട്. അത്രത്തോളം പാർട്ടികളൊന്നും UDF-ൽ ഇല്ല. അതുകൊണ്ട് ഇടതുമുന്നണി ശക്തമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല, കറക്റ്റാണ്, ശക്തമാണ്. UDF-ൽ മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ വോട്ട് കൊണ്ടുവരുന്ന വലിയ പാർട്ടികളൊന്നുമില്ല. കേരള കോൺഗ്രസ് ജോസഫേ ഉള്ളൂ, വേറെ പാർട്ടികളൊന്നുമില്ല കാര്യമാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് താരതമ്യേന അത്ര വലിയ പാർട്ടിയൊന്നുമല്ല. ഒരു 4-5 MLA-മാർക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം മാത്രമേ ഉള്ളൂ. മുസ്ലിം ലീഗ് ശക്തമാണ്. ബാക്കിയെല്ലാം 1-2 ഉള്ള കൊച്ചു പാർട്ടികളാണ്. എണ്ണത്തിലും UDF ദുർബലമാണ്. പക്ഷേ ഭരണവിരുദ്ധ വികാരം ശക്തമാണെങ്കിൽ ഈ കണക്കൂട്ടിലൊക്കെ മാറും. അതെ. അപ്പോൾ ഇത്തവണ പോളിംഗ് 78.27 എന്നുള്ള ശതമാനത്തിലെത്തി. കേരളത്തിൽ നടന്ന പോളിങ്ങിൽ 4ാമത്തെ മികച്ച പോളിംഗാണ്. എനിക്കൊന്ന് 87-ന് ശേഷമുള്ള ഏറ്റവും മികച്ച പോളിംഗാണ്. ഏറ്റവും വലുതാണ്. കാരണം ആദ്യം 1960-ൽ വിമോചന സമരം കഴിഞ്ഞാണ് ഏറ്റവും കൂടുതൽ, 85%. 60 ഇലക്ഷനിൽ ത്രികോണ മുക്കൂട്ട് മുന്നണി, മുസ്ലിം ലീഗും കോൺഗ്രസും PSP ചേർന്നുള്ള മുന്നണിയാണ്. പിന്നെ അത്രയും ശതമാനം വോട്ട് കിട്ടിയത്, അല്ലെങ്കിൽ പോളിങ്ങിന് അടുത്ത് വന്നത് 87ആണ്. അത് 80% എത്തിയിട്ടുണ്ട്. പിന്നെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഇലക്ഷനിൽ 79, നമ്മൾ ഇപ്പോഴത്തേനേക്കാൾ 1%. പക്ഷേ ഈ നമ്മുടെ ഇപ്പോഴത്തെ കണക്കും ഫൈനലല്ല. 78.27 എന്നുള്ളതും ഇനി ഹോം വോട്ടിംഗ് എണ്ണീറ്റില്ല, പോസ്റ്റ് വോട്ട് എണ്ണീറ്റില്ല. അത്രയും എണ്ണുമ്പോൾ ചിലപ്പോൾ 77 കണക്കിലെത്തും. 79% നല്ല പോളിംഗ്. പക്ഷേ ഈ നല്ല പോളിങ്ങിൻ്റെ ക്രെഡിറ്റ് ഞാൻ കൂടുതലും കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. കാരണം ഇലക്ട്രൽ റോള് പെർഫെക്റ്റാക്കി, ഓൾമോസ്റ്റ് പെർഫെക്റ്റാക്കി. പൂർണ്ണമായൊരു പെർഫെക്ഷൻ പറ്റില്ല. കാരണം ഇലക്ട്രൽ റോള് ഫൈനൽ ചെയ്യാൻ ശേഷം ആൾക്കാർ മൂവ് ചെയ്യാം, മരിക്കാം, ഇങ്ങനെ പല സംഭവങ്ങളുള്ളതുകൊണ്ട് പെർഫെക്റ്റ് ഇലക്ട്രൽ റോള് 100% ആക്കാൻ പറ്റില്ല. പക്ഷേ എന്നാൽ ഉള്ളതിൽ ഭേദമാണ്. എത്രയോ കൊല്ലത്തിന് ശേഷം ശുദ്ധീകരിച്ചു. അതുകൊണ്ട് ഫസ്റ്റ് ക്രെഡിറ്റ് ഗോസ് ടു ഇലക്ഷൻ കമ്മീഷൻ. ബാക്കി 2 കാരണങ്ങൾ രാഷ്ട്രീയമാണ്. അതിലൊന്ന് UDF-ന് അനുകൂലമായ ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം നമുക്കറിയാം എന്തുകൊണ്ടാണെന്നറിയാം. അത് വിലക്കയറ്റം സ്ത്രീകളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു, കുടുംബങ്ങളെ ബുദ്ധിമുട്ടിച്ചു. അതിലേറ്റവും കൂടുതൽ സ്ത്രീകൾ, നമ്മൾ ആ പോളിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഇടതടവില്ലാത്ത പോളിംഗ് ആയിരുന്നു രാവിലെ തൊട്ട്. താങ്കൾ നേരത്തെ ഒരിക്കൽ ചൂണ്ടിക്കാണിച്ച പോലെ 1 മണിയായപ്പോൾ 50% പോളിംഗായി. അപ്പോൾ അതൊരു ഫോഴ്സാണ്. അപ്പോൾ അത് കാണിക്കുന്നത് വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഴിമതിക്കെതിരെയുള്ള ഡിമാൻഡ്, സാമ്പത്തിക കെടുകാര്യസ്ഥത, പിന്നെ പൊതു ആരോഗ്യ രംഗത്തുള്ള പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിനകത്തുള്ള തകർച്ച, സ്വകാര്യ ആരോഗ്യ മേഖല ശക്തിപ്പെടുന്നു, സാധാരണക്കാർക്ക് ഗവൺമെൻറ് ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ മരുന്നില്ല, ഉപകരണങ്ങളില്ല, ഡോക്ടർമാരില്ല, ഒരുപാട് പ്രശ്നങ്ങൾ. ഇതെല്ലാത്തിനും പുറമെ സ്വർണ്ണക്കൊള്ള. അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോൾ 10 കൊല്ലത്തെ ഭരണം കൂടി ആയപ്പോൾ ഒരു മാറ്റം ജനം ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു തള്ളിച്ചുണ്ട്, അതൊരു ഫാക്ടറുണ്ട്. പക്ഷേ അത്
വലിയൊരു തരംഗമായിട്ട് ഞാൻ കണക്കാക്കില്ല. അതിനേക്കാൾ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ടറൽ റോൾ ശുദ്ധീകരിച്ചതാണ്. പോളിംഗ് ശതമാനത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ്. പോളിംഗ് ശതമാനം വർദ്ധിക്കാൻ കാരണം അത് തന്നെയാണ്. രണ്ടാമത്തെ അതിന് നമുക്കൊരു 70% ക്രെഡിറ്റ് കൊടുക്കാം. ഈ പോളിംഗ് വർദ്ധിച്ചതിൻ്റെ 70% ക്രെഡിറ്റ് കൊടുക്കാം. അല്ല സാർ, ആ ഒരു വിഷയത്തിൽ ഞാൻ ഇടയ്ക്കേറി പറയണമെന്ന് വിചാരിക്കരുത്. ആ ഒരു വിഷയത്തിൽ SIR-നെതിരെ കുറേയേറെ പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണെന്ന് തോന്നുന്നു. സ്വാഭാവികമാണ്. പക്ഷേ എന്നാലും വളരെ ബോൾഡായിട്ട് തന്നെ മുന്നോട്ട് പോയി. ഇതിനപ്പുറം നല്ല കാര്യം ചെയ്യാനില്ല. കാരണം മറിച്ച് ആയിരക്കണക്കിന് ആൾക്കാരെയോ നൂറുകണക്കിന് ആൾക്കാരെയോ ഒഴിവാക്കി എന്ന് പറഞ്ഞ് ഒരു പെറ്റീഷനോ ഒരു ജാഥയോ ഒരു പ്രകടനമോ ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ. ഈ ആരോപണങ്ങൾ പത്രങ്ങളിൽ വന്നതല്ലാതെ പുറത്ത് വന്നിട്ട് എനിക്ക് വോട്ട് കിട്ടിയില്ല, ഞാനും എൻ്റെ കുടുംബവും ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുള്ള അതൊക്കെ ഊഹാപോഹങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് മോറോർലെസ് പെർഫെക്റ്റ് 100% പെർഫെക്റ്റ് ആയ ഇലക്ടറൽ ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ നല്ല ജോലിയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഇലക്ഷൻ കമ്മീഷൻ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. അതിനകത്ത് പിശകും കാണിക്കേണ്ട കാര്യമില്ല. ഇത് ചെയ്തത് ലോക്കൽ ലെവൽ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിൻ്റെ വഴി സർക്കാർ ജീവനക്കാരെ കൊണ്ടാണ് ചെയ്തത്. ഇതെല്ലാം കേന്ദ്രത്തിലെ ആൾക്കാർ വന്ന് ഇവിടെ ഒരു സമുദായത്തിലെ ആൾക്കാരെ വെട്ടിമാറ്റി എന്നൊന്നും പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞാൻ പൊളിറ്റിക്കൽ സയൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ മാറ്ററാണ്, ടെക്നിക്കൽ മാറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് പാർട്ടി പൊളിറ്റിക്സ് കേരളത്തിൽ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. മറ്റേതെങ്കിലും സംസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞാൽ പിന്നെയും മനസ്സിലാക്കാം. കാരണം ഇവിടെ ഒരു വീട്ടിൽ തന്നെ 3 രാഷ്ട്രീയക്കാരുണ്ട്, 3 വിവിധ പാർട്ടിയിൽപ്പെട്ടവരുണ്ട്. അപ്പോൾ ജീവനക്കാരുടെ എന്തായിരിക്കും? അപ്പോൾ അങ്ങനെ വോട്ട് മറിച്ചാൽ അത് വെളിയിൽ വരുവാൻ. അപ്പോൾ അതുകൊണ്ട് ഗ്രേറ്റ് ക്രെഡിറ്റ് ഗോസ് ടു ഇലക്ഷൻ. അപ്പോൾ 70% ക്രെഡിറ്റ് ഞാൻ ഇതിന് കൊടുക്കും. ബാക്കി 30% തീർച്ചയായിട്ടും അതിലൊരു 25% വേണമെങ്കിൽ UDF-ന് പോകുന്ന ഭരണവിരുദ്ധ വികാരവും ഒരു 5% തീർച്ചയായിട്ടും ആൻറ്റി ഇൻകംബൻസി NDA-ക്ക് പോകുന്നതാണ്. അതും കണക്കാക്കണം. കാരണം ഭരണവിരുദ്ധ വികാരം 100% UDF പോകത്തില്ല. അത് ബൈപോളർ പൊളിറ്റിക്സ് ആയിരുന്നെങ്കിൽ ഒരാളുടെ നഷ്ടം മറ്റൊരാളുടെ ലാഭം. മറിച്ചും ഇതുകൊണ്ടാണ് ബൈപോളർ ആയിരുന്നപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ എളുപ്പമായത്. ഇപ്പോഴങ്ങനെയല്ല. ട്രൈപോളർ ആയതുകൊണ്ട് ഈ കണക്കൂട്ടിലൊക്കെ തെറ്റി ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു പങ്ക്, ഒരു ചെറിയ പങ്കെങ്കിലും NDA-ക്ക് പോകും. ഇതല്ലാതെ അവർ തന്നെ വർദ്ധിച്ചു, ശക്തി ആർജിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. പിന്നെ കൂടുതൽ ചടുലമായ നീക്കങ്ങൾ, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്, പിന്നെ 2020 കൊണ്ടുവന്ന് ചർച്ചുമായിട്ടൊരു കണക്ഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചത് ശരിയാണോ, വിജയിച്ചോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും മൊബിലിറ്റി അവർക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പോളിംഗ് റേറ്റ് കൂട്ടാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഉത്തരം ശരിയാണ്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഉത്തരമാണ്. ഇനിയിപ്പോൾ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് പോലും ചർച്ച തുടങ്ങിയിരിക്കുകയാണ്. മറുവശത്ത് ഒരു മൗനമുണ്ട്. LDF-ൽ ആകെ ഒരു മൗനമാണ്. അവർ വലിയ ആഘോഷം ഒന്നും പറയുന്നില്ല, അവകാശവാദങ്ങളൊന്നും തന്നെ പറയുന്നില്ല. CPI ആണ് പറയുന്നത് അവർക്കൊരു 73-75 സീറ്റ് വരെ കിട്ടുമെന്നുള്ള CPI അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. CPM-ൻ്റേതായിട്ട് പുറത്തു വരുന്ന സൂചനകൾ മാത്രമാണ്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് അവർക്ക് അനുകൂലമാണ് വന്നിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. എങ്കിലും ഞാൻ ഈ പോളിംഗ് ശതമാനം വന്നതിൻ്റെ കാര്യത്തിലേക്ക് പോകുന്നതിന് ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കമ്മ്യൂണൽ പോളറൈസേഷൻ ഭയങ്കരമായിട്ട് ഉണ്ടായ ഒരു തിരഞ്ഞെടുപ്പ് ഇതാണോ? കാരണം നമ്മളൊക്കെ ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് വിലയിരുത്തുന്നത് കൊണ്ടാണോ അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നത്? അതോ മുൻപും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങ് ഒട്ടേറെ തിരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. ഈ ധ്രുവീകരണം അഥവാ പോളറൈസേഷനും ചേരിമാറ്റം, അലൈൻമെൻറ്റും റീ അലൈൻമെൻറ്റും, ഇത് രണ്ടും നമ്മുടെ രാഷ്ട്രീയ പദാവലിയിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. രണ്ടും ഒന്നല്ല, തീർച്ചയായിട്ടും ഒന്നല്ല. അപ്പോൾ പോളറൈസേഷൻ വരണമെങ്കിൽ ഒന്നുകിൽ ഐഡിയോളജിക്കൽ പോളറൈസേഷൻ, അതല്ലെങ്കിൽ കമ്മ്യൂണൽ പോളറൈസേഷൻ. അപ്പോൾ കേരളത്തിൽ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ട്, അത് വ്യക്തമാണ്. ഇതിനു മുമ്പ് അടിയന്തരാവസ്ഥയല്ല, വിമോചന സമരം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ 60 ആ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നു. റെക്കോർഡ് പോളിംഗ് ആണ്, 85 കേരളത്തിലെ റെക്കോർഡാണ്. അപ്പോൾ ആ പശ്ചാത്തലം ഓർത്തു കഴിഞ്ഞാൽ അന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ പുറത്താക്കാൻ എല്ലാ സമുദായങ്ങളും, മിക്കവാറും സമുദായങ്ങളെല്ലാം, ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷത്തിലെ അപ്പർ കാസ്റ്റും എല്ലാം ഒരുമിച്ച് വന്നൊരു തിരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അന്നും പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇവിടെ വന്ന പോളറൈസേഷൻ, ഇപ്പോഴും നടന്ന പോളറൈസേഷൻ, പ്രത്യേകിച്ച് സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം, ന്യൂനപക്ഷങ്ങൾ, കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം. അപ്പോൾ തീർച്ചയായിട്ടും BJP ഒരു വശത്ത് ശക്തിപ്പെടുന്നു. ഇടതുപക്ഷം തുടക്കത്തിലൊക്കെ ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിനോട് അടുത്ത് നിന്നതായിട്ടൊക്കെ ചില സൂചനകൾ നൽകിയിട്ടാണ് പിന്നീട് SDP-ക്ക് പോയത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ UDF ശക്തിപ്പെടാനുള്ള തീരുമാനം വന്നു. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ശക്തമായി മുസ്ലിം ന്യൂനപക്ഷം UDF-ലേക്ക് പോകുന്നു. അതോടൊപ്പം ക്രൈസ്തവ സഭകൾ മിക്കവാറുമെല്ലാം, ഒരുപക്ഷെ
വളരെ അപൂർവമായിട്ടുള്ള ഒന്നോ രണ്ടോ ചെറിയ സഭകൾ ഒഴികെ ബാക്കിയെല്ലാം യാക്കോബ സമുദായം ഒഴികെ ബാക്കി എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും യു ഡി എഫിന് അനുകൂലമാണ്. അപ്പോൾ രണ്ട് വ്യത്യസ്തമായ സമൂഹങ്ങൾ, 28% വരുന്ന മുസ്ലിം സമുദായവും 17% വരുന്ന ഔദ്യോഗികമായി വരുന്ന 17% വരുന്ന ക്രിസ്ത്യൻ സമുദായവും, പുറമെ ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ദളിത് ക്രിസ്ത്യൻസ്, അവരും കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 21 എന്തായാലും വരും. അപ്പോൾ 28, 21, 49% ന്യൂനപക്ഷങ്ങളുണ്ട് കേരളത്തിൽ. അതിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫാക്ടർ ബഹുഭൂരിപക്ഷവും യു ഡി എഫിൽ ചെന്നെത്തുന്നു. ഇതും ഭരണവിരുദ്ധകാരും കൂടെ കൂട്ടുമ്പോൾ നോർമലി യു ഡി എഫിന് വൻ ഭൂരിപക്ഷം കിട്ടേണ്ടതാണ്. പക്ഷേ ആ വൻ ഭൂരിപക്ഷം കിട്ടാത്ത എന്താണെന്ന് നമുക്ക് പറയാം, ചർച്ച ചെയ്യാം. അത് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാഗികമായിട്ടെങ്കിലും ചെറിയ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഫാക്ടേഴ്സ് എൽ ഡി എഫ് നേടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ജമാഅത്തെ ഇസ്ലാമിയെ യു ഡി എഫിലേക്ക് വന്നപ്പോൾ SDP ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്നു എന്ന് LDF കാണിച്ചത്. അപ്പോൾ അതൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ 100% മൈനോറിറ്റീസ് യു ഡി എഫിൻ്റെ കൂടെയല്ല, എന്നാൽ മുഖ്യധാര യു ഡി എഫിൻ്റെ കൂടെയാണ്. ചെറുഭാഗം LDFിലുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവന്നൊരു മൊബിലൈസേഷനുണ്ട്. പിന്നെ അത് ബുദ്ധി മോശമായോ അതോ ബുദ്ധിപരമായ നീക്കമായോ? അല്ല, വടക്കോട്ട് ബുദ്ധിപരമായി എന്നാണ് അവർ കണക്കാക്കുന്നത്, LDF. പക്ഷേ അത് തെക്ക് ഭാഗത്തെങ്കിലും അത് ദോഷം ചെയ്തു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം തെക്ക് ഭാഗത്ത് ആണ് BJP കുറേയേറെ ശക്തിയുള്ളത്. BJP ശക്തിയുള്ള മേഖല മഞ്ചേശ്വരം, കാസർഗോഡ് ബെൽറ്റ് കഴിഞ്ഞാൽ പിന്നെ ശക്തി വരുന്ന എല്ലാം സൗത്തിലാണ്, പ്രത്യേകിച്ച് എറണാകുളത്തിന് ശേഷം അല്ലേ. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം അല്ലേ. അപ്പോൾ കോഴിക്കോട് ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല, പക്ഷേ എന്നാൽ ഈ മേഖലയിലാണ്. അപ്പോൾ അതൊരു ചെറിയ റിയാക്ഷൻ, ഒരു മൊബിലൈസേഷൻ ഹിന്ദു സമുദായത്തിൽ തന്നെ ഒരുപക്ഷെ ഇടതുപക്ഷത്തിൽ ഇരിക്കുന്ന ഒരു ഭാഗം ഇത് കാരണം മാറാൻ വഴിയുണ്ട്. അത് തിരഞ്ഞെടുപ്പ് വിധി വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. BJP അതിൻ്റെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഇതുകൂടിയാണ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തുള്ള OBC വിഭാഗങ്ങളിലേക്ക് BJP വളരാൻ ശ്രമിക്കുന്ന സമയത്താണ്. കാരണം ഫോർവേഡ് കാസ്റ്റിൽ ആൾറെഡി BJP ഗെയിൻ ചെയ്തു, ഇനി വലുതായിട്ട് ഗെയിനൊന്നും ഇല്ല. പക്ഷേ OBC സമുദായങ്ങളിൽ, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലും മറ്റ് OBC ഹിന്ദു വിഭാഗങ്ങളിലേക്കും BJP കയറാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ SDP ബാന്ധവം LDF കാണിക്കുന്നത്. അപ്പോൾ UDFിലേക്ക് LDFിൽ ഹിന്ദുക്കൾക്ക് പോകാൻ പറ്റില്ല, കാരണം ആൾറെഡി അത് ഫുള്ളാണ്, പ്രത്യേകിച്ച് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്. ഇവിടെയാണെങ്കിൽ പഴയകാലത്ത് പറഞ്ഞത് LDF എന്ന് പറഞ്ഞൊരു, അല്ലെങ്കിൽ CPM എന്ന് പറഞ്ഞാൽ ഹിന്ദു ബേസ് പാർട്ടിയാണ്. അങ്ങനെ സത്യവുമാണ്, ഒരു പരിധിവരെ ഹിന്ദുത്വ ആശയങ്ങളല്ല, വോട്ട് വരുന്ന അതിൻ്റെ ഒരു സോഷ്യോളജി എടുത്ത് നോക്കിയാൽ അത് വരുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി. അതിനകത്തൊരു ശോഷണം സംഭവിച്ചാൽ അത് BJPക്ക് ഗുണം ചെയ്യുക മാത്രമല്ല LDFന് നഷ്ടമാണ്. അപ്പോൾ SDP ആയിട്ട് എടുത്ത ഇടപാട് കുറച്ച് സീറ്റുകൾ മലബാറിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തെക്ക് ഭാഗത്ത് തിരിച്ചടിക്ക് കാരണമാക്കും എന്നൊരു സംശയം എനിക്കുണ്ട്. അതായത് കാരണം ഇടയ്ക്കൊരു ഒരു ക്യാമ്പയിനിങ് LDF നടത്തിയത് ജമാഅത്തെ ഇസ്ലാമി UDFിനൊപ്പമാണ്. അപ്പോൾ UDF അത്തരത്തിൽ ഒരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന UDF അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ കാര്യങ്ങൾ നിശ്ചയിക്കുക ജമാഅത്തെ മുസ്ലിം ലീഗുമായിരിക്കും, ഹിന്ദുക്കൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്നൊരു ക്യാമ്പയിനിങ് നടത്തി. അത് ജനങ്ങൾക്കിടയിലേക്ക് വലിയ രീതിയിൽ ഇഫക്റ്റീവായി കടത്തിവിടാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. അതിനിടയിലാണ് SDP സംഭവം. അതെന്തിനാണെന്നാണ്. അപ്പോൾ ഒരു ഭൂരിപക്ഷ സമുദായത്തിലെ ആൾക്കാരെ ആകർഷിപ്പിക്കാൻ ഇത്രയും പറയുകയും ഭരണം ലീഗിൻ്റെ കയ്യിൽ പെടുമെന്ന് ഞാനും കേട്ടു. മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി പദവിയിൽ മുസ്ലിം ലീഗ് കൊണ്ടുപോകുന്നു, 6 മന്ത്രിമാരുണ്ടാകും, 5-6 മന്ത്രിമാരുണ്ടാകും, ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തിനാണ് SDP പിടിച്ചത്? അതിൻ്റെ ഉദ്ദേശം മനസ്സിലായി. മലബാർ മേഖലയിൽ SDP ഉണ്ട്, കാസർഗോഡുണ്ട്, കണ്ണൂറുണ്ട്, കോഴിക്കോടുണ്ട്, പല മേഖലകളുണ്ട്, തെക്കോട്ടുമുണ്ട്. പക്ഷേ അതൊക്കെ ചെറിയ ഭൂരിപക്ഷത്തെ മറിച്ചിടാൻ സഹായിക്കാൻ കഴിയും. അപ്പോൾ ഇടതുപക്ഷത്തോട് അവർ ആഭിമുഖ്യം SDP പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൻ്റെ ബലം LDFിലുള്ള ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്തൊരു ഇറോഷൻ വരാൻ സാധ്യതയുണ്ട്. അത് ലെഫ്റ്റിന് തിരിച്ചടി വരുമെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരം മാത്രം കൊണ്ടല്ല, ഇതും കൂടിയാണെന്നുള്ളതാണ്. മറുവശത്ത് BJP ചെറുതായിട്ടെങ്കിലും വോട്ടിംഗ് ശതമാനം അതിലിപ്പോൾ അവർ കഴിഞ്ഞ പഞ്ചായത്തിൽ കുറഞ്ഞു പോയി, പാർലമെൻറ്റിൽ 20%-അടുത്തെത്തി. പക്ഷേ 2021 അസംബ്ലി പോളിൻ്റെ കണക്കിനേക്കാൾ ഒരു 3-4% വോട്ട് വർദ്ധിപ്പിച്ചാൽ ഏതാണ്ട് ഒരു 18%-അടുത്ത് എത്തി എന്നിരിക്കട്ടെ, അത് വളരെ റിമാർക്കബിളായിരിക്കും. അത്രയും 18% വോട്ടും ഒരു 3 സീറ്റുമെങ്കിലും BJP കിട്ടിയാൽ തീർച്ചയായിട്ടും
BJP പിന്നീട് അത് വളരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതലാണ്. അതെ അതെ തീർച്ചയായിട്ടും. കാരണം 2021 അവർ കാടടച്ച് വെടിയിക്കുകയായിരുന്നു. അതെ, ഇപ്രാവശ്യം അവർ കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ഓരോ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ശക്തി തീർച്ചയായിട്ടും. നിക്ഷേപിച്ചു, അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സ് അവിടെ എക്സേർട്ട് ചെയ്തുകൊണ്ട് അവർ സീറ്റിൻ്റെ നമ്പർ കൂട്ടാൻ ശ്രമിച്ചു. അത് എനിക്കൊന്ന് ബുദ്ധിപരമായി നീക്കുവാണെന്ന് തോന്നുന്നു. അതെ, അതൊരു പുതിയൊരു തന്ത്രമായിട്ട് അവരെടുത്തു. കോർപ്പറേഷൻ ഉദാഹരണമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചു. കൊല്ലത്ത് കുറേ സീറ്റുകൾ കിട്ടി. കോഴിക്കോട് കോർപ്പറേഷനിൽ 13 സീറ്റ് കിട്ടി. പിന്നെ കൊടുങ്ങല്ലൂർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഇവിടെ തൃപ്പൂണിത്തുറ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ പാലക്കാട് നിലനിർത്തി. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് ചില പോക്കറ്റുകൾ BJP ശക്തമാണ്. അപ്പോൾ ആ ശക്തി ഒന്നുകൂടി വർദ്ധിപ്പിച്ച് അസംബ്ലിയിലെ ആളെത്തണമല്ലോ. വെറുതെ ശതമാനം കൂട്ടിയിട്ട് കാര്യമില്ല. 25% വോട്ട് കിട്ടിയാലും അസംബ്ലിയിൽ ആളില്ലെങ്കിൽ കാര്യമില്ല. പക്ഷേ 20%-തിനടുത്ത് ലോക്സഭയിൽ വന്നപ്പോൾ ഒരു പാർലമെൻറ്റ് മെമ്പർ ഉണ്ടായി. അത് മറക്കരുത്. അപ്പോൾ കേരളത്തിൽ ബൈപോളാർ ആയിരുന്നത് ട്രൈപോളാർ ആയപ്പോൾ അത് കൊണ്ടുവരുന്നൊരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. പാർലമെൻറ്റിനാണെങ്കിൽ ഒരു സീറ്റ് കിട്ടി, മറ്റ് രണ്ടിടത്ത് നല്ല ബെറ്റർ തേർഡായിട്ട് വന്നു. ആറ്റിങ്ങലും തിരുവനന്തപുരം അല്ലേ BJP വന്നു. അതേപോലെ ഇത്തവണ അസംബ്ലിയിൽ തേർഡായിട്ടല്ല നിൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അസംബ്ലി മണ്ഡലത്തിൽ തന്നെ BJP പാർലമെൻറ്റിൽ ഒന്നാമത് വന്നു. തിരുവനന്തപുരത്ത് കാട്ടാക്കട ഒന്നാമത് വന്നാണ്, കഴക്കൂട്ടത്ത് ഒന്നാമത് വന്നാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥലം, വട്ടിയൂർക്കാവിൽ ഒന്നാമത് വന്നാണ്, നേമത്ത് ഒന്നാമത് വന്നു. അപ്പം അങ്ങനെ വന്ന 11 ഒന്നാമതും 9 രണ്ടാം സ്ഥാനവും ഉള്ള പാർലമെൻറ്റ് കണക്ക് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും BJPക്ക് ഇത്തവണ അസംബ്ലിയിൽ കുറഞ്ഞ പക്ഷം 3 MLA-മാരെങ്കിലും വരണം. അതിൽ 2, 3, 5 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. 18% അതിന് മുകളിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇവിടുത്തെ ബൈപോളാറിസം അവസാനിച്ചു എന്ന് പറയാം. ഇപ്പോൾ തന്നെ ബൈപോളാറിസം ചോദ്യം ചെയ്യപ്പെട്ടു. ഓൾറെഡി അത് ക്വസ്റ്റ്യൻഡാണ്. ബൈപോളാറിസം അതിൻ്റെ ഡിക്ലൈൻ സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ മൂന്നാമതൊരു മുന്നണി വരുമ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു സൊല്യൂഷനുണ്ട്. ഇനി വരാൻ പോകുന്നതൊരു ത്രിശങ്കു സഭയാണ്. അതിൽ ഞങ്ങൾ നിർണായകമായ തീരുമാനമാകും. അത് കഴിയുമ്പോൾ 2031 ഇലക്ഷൻ വരുമ്പോൾ യാതൊരു സംശയവുമില്ല, 2 മുന്നണികളെ കാണത്തുള്ളൂ. ഒന്ന് NDAയും മറ്റത് UDF LDFും ചേർന്ന ഇന്ത്യ മുന്നണിയായിരിക്കും. അതറിഞ്ഞുകൂടാ. ദേശീയ തലത്തിലതൊരു വസ്തുതയാണ്. തീർച്ചയായും കേരളത്തിൽ അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം ഇത്രയേറെ 10 വർഷത്തെ ആൻറ്റി ഇൻകംബൻസി, മുഖ്യമന്ത്രിക്കെതിരായ ഒരു വികാരം, ഇതെല്ലാം കൂടി വന്നിട്ട് പോലും UDFന് ഒരു 100-നപ്പുറം അല്ലെങ്കിൽ 100ഓളം ആരും പ്രൊഡിക്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും? അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലി നോക്കുമ്പോൾ ആരും അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യുന്നില്ല. ഒന്ന്, സ്ട്രക്ചറലി ഘടനാപരമായിട്ട് UDF ശക്തമല്ല. ഇത് ഞാൻ വളരെ മുമ്പേ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പേ പറഞ്ഞതാണ്. കാരണം ഘടനാപരമായി നോക്കി LDF വളരെ ശക്തം. 11 പാർട്ടികളുണ്ട്. അതിലിപ്പോൾ CPM-ഉം CPI-യും പ്രധാനമായിട്ട് 2 പാർട്ടികളെ എടുത്താൽ തന്നെ അതൊരു വലിയ ഫോഴ്സാണ്. ഇതല്ലാതെ ജനതാദളുണ്ട്, കോൺഗ്രസ് ഉണ്ട്, വേറെ ചില INL-ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും വലുതും ചെറുതും ആയിട്ടുള്ള പാർട്ടികൾ. മറുവശത്ത് നോക്കുക, UDF-ൽ കോൺഗ്രസ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ്, അത് കഴിഞ്ഞ വാസ്തവത്തിൽ ആരുണ്ട്? ഇത് മാത്രമല്ല, കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ക്ഷീണിച്ച അവസ്ഥയിലാണ്. അത് ലീഡർഷിപ്പിൻ്റെ ക്രൈസിസ് ഉണ്ട്. 2021 തോക്കാൻ കാരണം തന്നെ ദുർബലമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ പോലും നേതാക്കന്മാർ തമ്മിലടിച്ചതും അന്നത്തെ തോൽവിക്ക് ഒരു കാരണമാണ്. ഇത്തവണ അത്രയും വന്നില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ കോൺഗ്രസ് ദേശീയ തലത്തിൽ ദുർബലപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന തലത്തിൽ കോൺഗ്രസ്സിന് സാധ്യതയുണ്ട്, പക്ഷേ നേതാക്കന്മാർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ്, മഹിളാ വിഭാഗം, KSU അങ്ങനെയുള്ളവരുടെ ഒരു സജീവ വളർച്ച, അതിൻ്റെ പ്രകടനം, പാർട്ടിയിലേക്ക് മൊബിലൈസ് ചെയ്യുക, അതിനുള്ള സാഹചര്യവും അതിനുള്ളൊരു അപ്പീലും ആകർഷണവും ഒന്നും നമ്മൾ കണ്ടില്ല. എന്ന് പറഞ്ഞാൽ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പിൽ ജയിക്കും, പക്ഷേ സംഘടനാപരമായിട്ട് എത്രത്തോളം ശക്തമാണ് യൂത്ത് കോൺഗ്രസ്, എത്രത്തോളം ശക്തമാണ് KSU. കോളേജുകളിലേക്ക് റിസൾട്ട് നോക്കിയാൽ നമുക്കറിയാം. SFI BJP LDF ഭരിക്കുമ്പോഴും ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും മിക്കയിടത്തും വിജയിക്കുന്ന SFI ആണ്. അപ്പോൾ KSU എന്തുകൊണ്ട് വളരുന്നില്ല എന്നൊരു ചോദ്യം വരും. യൂത്ത് കോൺഗ്രസ് എന്തുകൊണ്ട് ശക്തിപ്പെടുന്നില്ല, വലിയ സമരങ്ങൾ നടത്തുന്നില്ല? അപ്പോൾ ഒരു പ്രസ്ഥാന സ്വഭാവം, ഒരു മുന്നേറ്റ സ്വഭാവം, പ്രതിപക്ഷം എന്നുള്ള നിലയിൽ UDF വലിയ പ്രവർത്തനം ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിമർശനം എനിക്കുണ്ട്. അതിൻ്റെ കാരണം അകത്ത് നേതൃത്വത്തിൽ തമ്മിൽ യൂണിറ്റി ഇല്ല എന്നുള്ളതാണ്. ആ യൂണിറ്റി ഇല്ലായ്മയ്ക്ക് പുറമെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന പരസ്യ പ്രസ്താവനകളെല്ലാം ഇവർ ദൂഷ്യം ചെയ്തു. ദേശീയ തലത്തിൽ BJP വളർന്നപ്പോൾ കോൺഗ്രസ് ക്ഷീണിച്ചു. കേരളത്തിലും കോൺഗ്രസ്സിന് വളർച്ചയില്ല, LDF ആണ് വളരേണ്ടത് എന്നുള്ളൊരാശയം ചിലർക്കെങ്കിലുമുണ്ട്. അതാണ് BJP പറയുന്നത് കോൺഗ്രസ് മുക്ത് ഭാരത്. അപ്പോൾ ആ മുക്ത് ഭാരത് എന്നുള്ള ട്രെൻഡിനെതിരെ UDFും കോൺഗ്രസും ഒറ്റക്കെട്ടായി വന്നൊരു വികാരം, കോൺഗ്രസ് എന്നുള്ള ശക്തമായ വികാരം ഈ കഴിഞ്ഞ 10 കൊല്ലത്തിൽ എത്രയുണ്ടായിരുന്നു എന്നൊന്ന്
കോൺഗ്രസ് നേതൃത്വത്തിന് ആത്മപരിശോധന ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും. അത് വാസ്തവത്തിൽ ഉണ്ടായിട്ടില്ല. മറിച്ച് നമ്മൾ കണ്ടതാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ വിജയം. വലിയ പ്രവർത്തനം കൊണ്ടൊന്നുമല്ല ജയിച്ചത്, ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് ജയിച്ചത്. അത് കഴിഞ്ഞ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയം വന്നപ്പോൾ കെ സുധാകരൻ ഡൽഹിയിൽ നടത്തിയ പ്രകടനം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഒറ്റയ്ക്കിരുന്ന് ഹൈക്കമാൻഡിനെ വിലപേശാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റുമോ? ഹൈക്കമാൻഡ് വൈകിയാണെങ്കിലും ശക്തമായൊരു തീരുമാനമെടുത്തു. അപ്പോൾ സംഘടനാപരമായ അച്ചടക്കമില്ല, സംഘടനാപരമായ വളർച്ചയില്ല, അപ്പോൾ ദേശീയപരമായിട്ടുള്ള തകർച്ചയുണ്ട്. അപ്പോൾ ഇതൊക്കെ മറുവശത്ത് വളരെ ശക്തമായൊരു CPM നയിക്കുന്ന LDFും സംഘടനാപരമായ കേഡർ സംവിധാനമുള്ള BJPയും നിലനിൽക്കുമ്പോൾ പ്രവർത്തനം പ്രതിപക്ഷത്തിൻ്റെത് ഇത് പോരായിരുന്നു. മുസ്ലിം ലീഗ് സംഘടിച്ചു, ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പ്രവർത്തനം കൂടുതലും മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ അജണ്ട നൽകി, അതിനെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് UDFും കോൺഗ്രസും മുന്നോട്ട് വന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. ഞാൻ ആലോചിക്കുന്നത് 67 കോൺഗ്രസ്സിന് 9 സീറ്റുകളെ ഉണ്ടായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ദേശീയതലത്തിൽ പിളർന്ന് 5-4 എന്നായി. അങ്ങനെ 9 പേരുടെ നേതാവായ കരുണാകരൻ 5 പേരുടെ നേതാവായി. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 1970 67 കഴിഞ്ഞ് 2.5 കൊല്ലം കഴിഞ്ഞ് 1970 ഇടക്കാല തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുന്നണി അധികാരത്തിൽ വരികയും കോൺഗ്രസ്സിന് മാത്രമായിട്ട് 31 സീറ്റ് കിട്ടുകയും ചെയ്തു. 9-ൽ നിന്ന് 31-ലേക്ക്. അന്ന് ആകെ 133 അംഗങ്ങളാണ് അസംബ്ലിയിലുള്ളത്. അപ്പോൾ ഒറ്റയ്ക്ക് 5 പേരെയും വെച്ചും 9 പേരെയും വെച്ചും കരുണാകരൻ നയിച്ച ഒരു പ്രസ്ഥാനം. അന്ന് കേരളത്തിലെ എല്ലാ കോളേജുകളും ജയിക്കുന്ന KSU ആണ്. യൂത്ത് കോൺഗ്രസ്സുകാർ വെളുത്തുള്ളി കായൽ മുതൽ ഒരുപാട് സമരം ചെയ്ത് എൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സംഘടനാപരമായ ഒരു പ്രവർത്തനം ഇവിടെ കണ്ടില്ല. ചാനൽ ചർച്ചയിലൊക്കെ ചില സുഹൃത്തുക്കൾ വരും, കോൺഗ്രസിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് വർത്തമാനം പറയും എന്നുള്ളതല്ലാതെ അതർവൈസ് നേതാക്കന്മാർ തമ്മിൽ അത്ര വലിയ രസത്തിലായിരുന്നില്ല പലപ്പോഴും. അതും ഈ വളർച്ചയ്ക്ക് കുഴപ്പമുണ്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഇപ്പോൾ നേടുന്ന വെല്ലുവിളി UDF യഥാർത്ഥത്തിൽ സംഘടനാപരമാണ് എന്നുകൂടി മനസ്സിലാക്കി, നേതൃപരമാണ്, സ്ട്രക്ചറലാണ്. കേരളത്തിൽ കോൺഗ്രസ്സിന് ഫ്യൂച്ചർ ഉണ്ട്, പക്ഷേ അതനുസരിച്ച് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ക്രെഡിറ്റ് പഞ്ചായത്തിൽ കിട്ടിയതുപോലെ ഒരു പങ്ക് തീർച്ചയായിട്ടും ഈ അസംബ്ലി ഇലക്ഷനിലും കിട്ടും. പക്ഷേ അതിനേക്കാൾ LDFിനെ പോലെ ഒരു ചിട്ടയായ ചടുലമായ ഒരു പ്രവർത്തനവും സംഘടനാപരമായ വളർച്ചയും ഒന്നും കാണുന്നില്ല. അതിൻ്റെ കാരണം നേതാക്കന്മാർ തമ്മിലുള്ള തമ്മിത്തല്ലാണ്. അതിപ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, ഈ ഇലക്ഷൻ സമയത്ത് കുറഞ്ഞിട്ടുണ്ട്. അതെ, ഇല്ല ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് ഒരു വെടിവെട്ടിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഡിമാൻഡ് ചെയ്യില്ല, പക്ഷേ ഞങ്ങൾ അർഹരാണ് അതിന് എന്നൊരു സംഭവം പറയും. മെസ്സേജ് ക്ലിയർ അല്ലേ സാർ? തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. കാരണം അവർ 27 സീറ്റിൽ മത്സരിക്കുന്നു, 21 ജയിക്കുമെന്ന് പറയണം. അത് ഏതാണ്ട് 20 ജയിക്കും, ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് 20 ജയിക്കും. കാരണം കോൺഗ്രസ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ജയിക്കാൻ ചാൻസുള്ള ഉറപ്പുള്ള സീറ്റുകൾ, പ്രത്യേകിച്ച് പോക്കറ്റ് സീറ്റ് കേരളത്തിലുള്ള 2 പാർട്ടികളേ ഉള്ളൂ, CPM മുസ്ലിം ലീഗും. അതുകൊണ്ട് അവരുടെ 20 അർത്ഥമുണ്ട്, ഇന്നത്തെ സാഹചര്യത്തിൽ 20 അർത്ഥമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സ്ഥാനം വേണം, ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് സെറ്റിലാവുന്ന തോന്നുന്നു, മന്ത്രിമാരുടെ എണ്ണം കൂട്ടും. അത് കൊടുത്തേ പറ്റൂ. കാരണം ഇത്രയും വലിയ മുന്നേറ്റം നടത്തുന്നതിൽ കേരളത്തിലുടനീളം കോൺഗ്രസ്സിന് വോട്ട് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിന് ആ ക്രെഡിറ്റ് എടുക്കാം ഉറപ്പായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അവർ സൂചന ഇപ്പോഴേ നൽകി കഴിഞ്ഞു, ഞങ്ങൾ ഡിമാൻഡ് ചെയ്യും. അതിന് അകത്തുള്ള ഇൻ ഹൗസ് സിറ്റിങ്ങിലുള്ള ചർച്ചയിൽ അത് നമുക്ക് പുറത്തു വരില്ല. ഇപ്പോൾ നമ്മളെത്ര നമ്മൾ ഇവിടെ പുറത്തിരുന്ന് എത്ര ചർച്ച ചെയ്താലും ഈ ഇതിനകത്തുള്ള ചർച്ച വെളിയിൽ വരില്ല. ഇപ്പോൾ ഞങ്ങൾ പൊളിറ്റിക്കൽ സയൻസിൽ പറയും, ഈ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ചോർത്തിക്കൊണ്ടുവരുന്ന പത്രക്കാരൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ എന്നാൽ കറക്റ്റ് വേർഷൻ ആവില്ല. അപ്പോൾ ഇതിനകത്തൊരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്. അത് പിൽക്കാലത്തെ ആത്മകഥയിൽ കൂടിയൊക്കെ നമുക്ക് വരാൻ പറ്റുള്ളൂ, ഉടനെ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഡിമാൻഡ് അകത്തുണ്ടാവും. പിന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കും, അത് സൂചനകൾ വഴിയെങ്കിലും മനസ്സിലാക്കിയെടുക്കും. അപ്പോഴത്തേക്ക് അതിൻ്റെ ചൂടങ്ങ് മാറും. സാർ, ഇപ്പോൾ എല്ലാവരും സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 80 മുതൽ 85 അല്ലെങ്കിൽ 100-ന് മുകളിലേക്കാണ് പോകുന്നത് എന്നാണ് VD സതീശൻ പറയുന്നത്. അങ്ങയുടെ കണക്കുകൂട്ടൽ എന്താണ് തോന്നുന്നത്? ഞാൻ ഇത് കുറേ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായത്, ഒരു UDFന് പൂർണ്ണമായ ഒരു തരംഗമല്ല വരുന്നത്, വളരെ പരിമിതമായ എന്നാൽ ഭരണവിരുദ്ധ വികാരം കൂടുതലും UDFിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് 100-ലേക്കൊന്നും എത്താൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു നേരിയ ഭൂരിപക്ഷമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിന് 1-2 കാര്യങ്ങൾ പറയാം. കാരണം LDF അവരുടെ ശക്തി പ്രകടിപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ BJP ഒരു പക്ഷേ കൊണ്ടുവരുന്ന വോട്ട് BJP തന്നെ പരിശ്രമിച്ച് അവർ തന്നെ ജയിക്കാൻ പരിശ്രമിക്കുമ്പോൾ രണ്ടുപേരുടെ ഭാഗധേയങ്ങൾ മാറിപ്പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ചിലയിടത്ത് BJPയുടെ ശക്തി
അല്ലെങ്കിൽ അവർ വിജയിച്ച് വരികയോ പ്രതിപക്ഷത്താവുകയോ രണ്ടാം സ്ഥാനത്ത് എത്തുകയോ ചെയ്യുമ്പോൾ അത് ഗുണം ചെയ്യുന്നത് UDF-നായിരിക്കും, മറ്റു ചിലയിടത്ത് LDF-നായിരിക്കും. അപ്പോൾ രണ്ടു പേർക്കും വേദന ഉണ്ടാകും ഈ പെർഫോമൻസിൽ. അതുകൊണ്ട് നേരിയ ഒരു ഭൂരിപക്ഷം, ഞാൻ 75-80 സീറ്റുകളാണ് പരമാവധി UDF-ന് 75 മുതൽ 80 വരെ അത്രേ പ്രതീക്ഷിക്കാനുള്ളൂ. ഇപ്പോഴത്തെ ഇങ്ങനെ ഒരു സങ്കീർണമായൊരു ട്രൈപോളാർ കണ്ടസ്റ്റ് ആയപ്പോൾ അതിൻ്റെ മാത്രമല്ല BJP ജയിക്കാൻ നോക്കുകയാണ്, വെറുതെ നിന്ന് പ്രതിപക്ഷത്തേക്ക് ജയിക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഞാൻ കണക്കൂട്ടിയപ്പോൾ 7 സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരുന്നു. 7 സ്ഥലത്ത് BJP 14 അസംബ്ലി മണ്ഡലങ്ങൾ 7 സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരുന്നു. 2 സ്ഥലത്ത് ജയിക്കാനും സാധ്യതയുണ്ട്. ഏതൊക്കെയാണതെന്ന് പറയാമോ? അത് സ്വാഭാവികമായിട്ടും നിയമവും കഴക്കൂട്ടവും ജയിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ മലബാറിൽ പാലക്കാട് BJPക്ക് ഇപ്പോഴും പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. ഇത് മൂന്നുമാണ് BJPക്ക് ജയിക്കാൻ വളരെ സാധ്യതയുള്ളത്. മഞ്ചേശ്വരത്തെക്കുറിച്ച് ഇത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ SDP-യുടെ നിലപാട് ഈ LDF-നോട് അനുകൂലമാണ് എന്ന് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ SDP വോട്ടുകൾ LDF-ന് തന്നെ കിട്ടുകയാണെങ്കിൽ മഞ്ചേശ്വരവും BJPക്ക് ലഭിക്കാം. SDP വോട്ട് LDF-ലേക്ക് പോവുകയാണ്. എല്ലാ തവണയും ക്രോസ് വോട്ടിംഗ് ആണ്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ UDF-നൊരു സീറ്റ് ദാനം ചെയ്യാൻ LDF തയ്യാറായാൽ ഒരുപക്ഷെ ഒരു സീറ്റിൻ്റെ മെജോറിറ്റിയിൽ UDF അധികാരത്തിൽ വന്നാലോ? ഈ ഒരു സംശയം അവർക്ക് തന്നെ ഉണ്ടാവില്ലേ? അതുകൊണ്ട് ക്രോസ് വോട്ടിംഗ് നടക്കില്ല. ആ ക്രോസ് വോട്ടിംഗ് ഇത്തവണ ഓപ്പറേറ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അവരവരുടെ വോട്ട് അവരവരുടെ വോട്ട് പിടിക്കും. അങ്ങനെ പിടിക്കുമ്പോൾ SDP-യുടെ വോട്ടുകൾ തീർച്ചയായിട്ടും LDF-ൻ്റെ സ്ഥാനാർത്ഥിക്ക് മഞ്ചേശ്വരത്ത് നൽകിയാൽ അത് BJP-യുടെ വിജയത്തിന് കാരണമാകും. ഇതുപോലെ ചാത്തന്നൂർ അതിനെക്കുറിച്ചാണ് ഞാൻ ഒരു സൈലന്റ് വർക്ക് അവിടെ നടക്കുന്നുണ്ട് BJP-യെ സംബന്ധിച്ച്. അതെ ചാത്തന്നൂർ കഴിഞ്ഞ തവണ അതിന് അപ്രതീക്ഷിതമായിട്ട് രണ്ടാം സ്ഥാനത്ത് വന്നു. അത് ഒരുപക്ഷെ ഇത്തവണ അത് വിജയത്തിലേക്ക് എത്താം. അതിൽ ആറ്റിങ്ങലിൽ വലിയൊരു പ്രവർത്തനം നൽകുന്നുണ്ട്. എന്തായാലും 3 സീറ്റുകൾ ഏതാണ്ട് ഉറപ്പാണ്. അത് പിന്നെ 2 സീറ്റ് കൂടെ കിട്ടുമെങ്കിൽ അത് മഞ്ചേശ്വരവും ചാത്തന്നൂറും ആയിരിക്കും. തൃശ്ശൂർ ആകാൻ വഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ UDF-നാണ് ചാൻസ് ഉള്ളത്. പത്മജയ്ക്ക് വിജയിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ എന്നാലും പല സ്ഥലങ്ങളിലും വലിയ മത്സരം കാഴ്ചവെച്ച് രണ്ടാം സ്ഥാനത്തും ചില സ്ഥലങ്ങളിൽ 2-3 അടുത്തടുത്ത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ജയിച്ചപ്പോൾ VS ജോയിയും മുരളീധരനും തമ്മിലുള്ള മാർജിൻ വളരെ കുറവായിരുന്നു. ശരിയാണ്. അതേപോലെ പല മണ്ഡലങ്ങളിലും ഇത്തവണ വരും. അപ്പോൾ BJP-യുടെ വോട്ട് ഷെയർ വർദ്ധിക്കുകയും ചെയ്യും. ചിലപ്പോൾ ജയിക്കുന്നത് 3 സീറ്റായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയാണ് കാണുന്നത്. ഒരു 75-80 UDF-നും ഒരു 50-55 LDF-നും 3 മുതൽ 5 സീറ്റ് വരെ അടുത്ത് BJPക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. കൗതുകം കൊണ്ട് ചോദിക്കുകയാണ് 2 സീറ്റിനെ കുറിച്ചൊരു അഭിപ്രായം. അതായത് ഒന്ന് അമ്പലപ്പുഴയും മറ്റൊന്ന് പേരാവൂരും. അമ്പലപ്പുഴ സുധാകരൻ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ തരംഗത്തിൽ സുധാകരൻ ജയിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പേരാവൂറും പരമ്പരാഗതമായി UDF-നെ സഹായിച്ചതാണ്. അത് ശൈലജ ടീച്ചർ വന്നതുകൊണ്ട് വലിയൊരു മാറ്റം ഞാൻ കാണുന്നില്ല. അവളുടെ പേരാവൂർ സണ്ണി ജോസഫിന് വിജയിക്കാനുള്ള സാധ്യതയാണെന്നാണ് തോന്നുന്നത്. അവിടെയും എനിക്കൊന്ന് പാർട്ടി സമ്മതിച്ച് തോൽക്കുമെന്ന് അവിടെ. അതെ ഇത് 2 UDF-നാണ്. 2 UDF-ന് തന്നെയായിരിക്കും കിട്ടാൻ സാധ്യത. ഇപ്പോൾ UDF അധികാരത്തിലേക്ക് വരും. പക്ഷേ അധികം വൈകാതെ ജനങ്ങൾ അറിയാതെ പറഞ്ഞു പോകും LDF മതിയായിരുന്നു എന്ന്. അതായത് അത്രയ്ക്ക് ഒരു അന്തഛിദ്രം ഇതിനകത്തുണ്ടാകുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്, ഈ പറയുന്നവരൊക്കെ തന്നെ. അങ്ങനെ ആ ഒരു അഭിപ്രായം ഉണ്ടോ? അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം കോൺഗ്രസ്സിനെ അറിയാവുന്നവർക്ക് അത് മനസ്സിലാക്കും. കോൺഗ്രസ്സിനകത്ത് ശക്തമായൊരു നേതൃത്വത്തിൻ്റെ അഭാവം ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. പിണറായിക്ക് നല്ല മറുപടി കൊടുക്കാൻ, പഠിച്ച മറുപടി കൊടുക്കാൻ, അത് നേർക്കുനേർ സംസാരിക്കാനുള്ള ശക്തി അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. എതിരാളിക്കൊരു പോരാളി. അതേസമയം മറ്റ് നേതാക്കന്മാരുടെ കാര്യത്തിൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് എത്ര പേര് ഇതിനിടയ്ക്ക് മാറി. സണ്ണി ജോസഫിൽ വന്നെത്തി. പിന്നെ രമേശ് ചെന്നിത്തല താൽക്കാലികമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം സീനിയർ ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പദം ആഗ്രഹം കാണും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദത്തിന് കുറഞ്ഞ പക്ഷം 2 പേരെങ്കിലും ആവശ്യപ്പെടും. പിന്നെ KC വേണുഗോപാൽ നിലപാടെടുക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ചുരുക്കത്തിൽ ഈ ലീഡർഷിപ്പ് യുണൈറ്റഡ് ആവുകയും ഒരു ലീഡറിൻ്റെ കീഴിൽ നിൽക്കാനുമുള്ള ശക്തി കാണിക്കണം. ഇപ്പോൾ കരുണാകരനായിരുന്ന സമയത്ത് പിന്നീട് കരുണാകരൻ എതിർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിലും കരുണാകരൻ്റേതായൊരു ശക്തിയും ഒരു ഗ്രൂപ്പും വളരെ പ്രസക്തമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടിക്കകത്തുള്ള പ്രതിപക്ഷത്തെ അദ്ദേഹം ബഹുമാനിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ചെയ്ത് പോയി.
ആ ബാലൻസ് തെറ്റിയത് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കൈവിട്ടു പോയി. അടുത്ത വർഷം DIC എന്നുള്ള പാർട്ടി ഉണ്ടായി. അത് പിന്നീടുള്ള ചരിത്രം നമുക്ക് വളരെ ഫ്രഷായുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണിച്ച ഏക അബദ്ധം അതായിരിക്കും, ഒരു പാർട്ടി ഉണ്ടാക്കിയ പുറത്തു പോയി. ഞാനന്ന് ഡിക്ക് ഉണ്ടാകുന്ന ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, May 1, 2005. ഞാൻ അന്നൊരു പ്രമുഖ ചാനലിൽ രാവിലെ ഒരു 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ചർച്ചയിലുണ്ടായിരുന്നു. അപ്പോൾ ചർച്ചയിലുണ്ടായിരുന്ന സമയത്ത് ഡിക്കിൻ്റെ തുടക്കവും ചരിത്രവും കരുണാകരൻ്റെയും മുരളീധരൻ്റെയൊക്കെ പ്രസംഗങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ആ ചർച്ചയിൽ ഞാൻ അന്നത്തെ ഒരു മുതിർന്ന പത്രപ്രവർത്തനവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ്, ഈ കോൺഗ്രസ്സിൽ നിന്ന് പുറത്തു പോകുന്നവർക്ക് താൽക്കാലികമായൊരു എക്സിസ്റ്റൻസേ ഉള്ളൂ, അതുകൊണ്ട് ഇത് DIC സർവൈവ് ചെയ്യില്ല എന്ന്. പിൽക്കാലത്ത് അത് എത്ര വ്യക്തമാണെന്നുള്ളത്. കാരണം ഇവിടെ കോൺഗ്രസ്സിനൊരു സ്പേസ് ഉണ്ട്, പക്ഷേ ആ സ്പേസ് യുണൈറ്റഡ് അല്ല. ആ യുണൈറ്റഡ് ആകാത്താണ് LDFന് താങ്കൾ നേരത്തെ പറഞ്ഞത് ഇതിനേക്കാൾ LDF മതി എന്ന് പറയുന്നത്. ഒരു പക്ഷേ പുതിയൊരു മുഖ്യമന്ത്രിയും മറ്റും UDFൻ്റെ വന്നാൽ പിന്നെ ചാനൽ ചർച്ചകൾ നടത്താനോ പത്രത്തിൽ എഴുതാനോ ആവശ്യത്തിനുള്ള ഫോഡർ നൽകാൻ UDF ശ്രമിച്ചാൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ വെറുതെ ഇരിക്കില്ല. വിലയിരുത്തുന്ന ആൾക്കാർ പറയുകയും ചെയ്യും. അത് പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ബാധിക്കും. അത് കോൺഗ്രസ്സിന് എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞൂടാ. ഇത്തവണ 9 MP അസംബ്ലി ഇലക്ഷന് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 99 MP കേന്ദ്രത്തിൽ കോൺഗ്രസ്സിനുള്ളത്. ഒരാളെ കാലുമാറ്റി കൊണ്ടുവന്ന പപ്പു യാദവ്. അപ്പോൾ അത് കൂട്ടണ്ട, 99 കോൺഗ്രസ് MP. അതിൽ 9 MP ഇവിടെ അസംബ്ലിയിൽ തിരഞ്ഞെടുത്ത് മത്സരിച്ചാൽ പ്രതിപക്ഷം ശുഷ്കമാവില്ലേ? ഇത് പറഞ്ഞു കൊടുക്കുന്ന അവിടെ ഡൽഹി ഇരിക്കുന്നവർക്ക് അറിഞ്ഞൂടെ? അത് മാത്രമല്ല, ഈ കോൺഗ്രസ്സിനകത്ത് പുതുരക്തം വരണ്ടേ പല സ്ഥാനത്തേക്ക്? അപ്പോൾ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കട്ടെ. MPമാർ MLAമാരാവുക, MLAമാർ MPമാരാവുക. ഇത് കുറച്ചുനാൾ മുമ്പേ തുടങ്ങിയതാണ്, ഇപ്പോഴൊന്നുമല്ല. കുറച്ചുനാൾ മുമ്പേ KC വേണുഗോപാൽ ഇതുപോലെ MLA ആയിരുന്നപ്പോൾ മന്ത്രിയായിരുന്നപ്പോൾ രാജിവെച്ച് പാർലമെൻറ്റിൽ പോയ ആളാണ്. അങ്ങനെ പോയ ആൾക്കാർ വേറെയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു കസേര മാറ്റി കളിക്കുന്ന ആ സമ്പ്രദായം മതിയാക്കിയിട്ട് ദേശീയതലത്തിൽ നിൽക്കാവുന്ന ഒരു ലീഡർഷിപ്പ് വേണം, കേഡർ വേണം. അസംബ്ലിക്ക് കേഡർ വേണം, പഞ്ചായത്തിനും കോർപ്പറേഷനും ഒക്കെ കേഡർ വേണം. അപ്പോൾ പാർട്ടി ആ നിലയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല, ആ നിലയ്ക്കൊരു മെഷീനറി ഇല്ല. ഒരു ഇലക്ടറൽ പാർട്ടിയായി ഇലക്ഷൻ നിൽക്കുക, ജയിക്കുക, തോക്കുക. ഇതല്ലാതെ ഒരു ഘടനാപരമായി ഇപ്പോൾ ഉദാഹരണമായിട്ട് LDF ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായി തോറ്റു വന്നിരിക്കട്ടെ, പക്ഷേ എന്നാലും LDF അവിടെ ഉണ്ടാകും. കാരണം അതിൻ്റെ കേഡർ സംവിധാനം അത്ര ശക്തമാണ്. ഇപ്പോൾ കേഡർ ആകണ്ട, പക്ഷേ എന്നാലും ഒരു സ്റ്റേബിൾ ആകണം. അതിനൊരു ആത്മാർത്ഥത ലീഡേഴ്സിന് വേണം. KPC പ്രസിഡൻ്റായിട്ട് സുധാകരൻ അധികാരത്തിൽ വന്നപ്പോൾ അധികാരമായിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞത് കോൺഗ്രസ്സിന് ഒരു സെമി കേഡർ പാർട്ടിയാണ്. ആ പറഞ്ഞ ആൾ തന്നെയാണ് ഡൽഹിയിൽ പോയി സത്യാഗ്രഹം ഇരിക്കുന്ന പോലെ കേരള ഹൗസിൽ ബഹളം കാണിച്ചുകൊണ്ട് 5 ദിവസം ഞായർ തൊട്ട് വ്യാഴാഴ്ച വരെ ബഹളം കാണിച്ച് കോൺഗ്രസിൻ്റെ മെഷീനറി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ചാനലുകളൊക്കെ കാണിക്കുന്നത് ഇപ്പോൾ BJP പോകും. പണ്ട് അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുണ്ട്, എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ BJP പോകും. ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഒരു വികാരമുണ്ടാക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. ആ നിലയ്ക്കുള്ള പ്രവർത്തനം ഉണ്ടായില്ലെങ്കിൽ താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള പ്രശ്നം ഉണ്ടാകും. അടുത്ത 5 കൊല്ലത്തിനിടയ്ക്ക് ചർച്ചകൾ ഗവൺമെൻറ്റിൽ ഇപ്പോൾ വീഴില്ലായിരിക്കാം, പക്ഷേ UDF വന്നാലും പക്ഷേ ദിവസവും ബഹളമായിരിക്കും. അത് പ്രതിപക്ഷത്തിന് അന്നത്തെ പ്രതിപക്ഷ LDF BJP ആണെങ്കിൽ അവർക്ക് വേണ്ട ശക്തി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ പോകാതെ ശക്തമായി പ്രവർത്തിച്ച് കേരളത്തെ ഇപ്പോൾ 5 കൊല്ലം രക്ഷിക്കാമെന്ന് പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, തൊഴിലവസരം നൽകുമെന്നും ആരോഗ്യ സുരക്ഷ പറയുന്നു, സ്ത്രീകൾക്ക് ഒരുപാട് ഇതൊക്കെ കൊണ്ടുവരുന്ന കാര്യം കുറച്ചെങ്കിലും പരിശ്രമിക്കുക അധികാരത്തിൽ വരികയാണെങ്കിൽ. തീർച്ചയായിട്ടും. മറ്റൊന്ന്, മൂന്നാമത്തെ ശക്തിയെ നമ്മൾ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു, എങ്കിലും ചില കാര്യങ്ങൾ കൂടി എനിക്കറിയാൻ താല്പര്യമുണ്ട്. അതായത് ഇനി ഒരു 5 വർഷം കൂടി കഴിയുമ്പോൾ BJP എന്ന് പറയുന്നത് കേരളത്തിൽ വലിയൊരു ശക്തി തന്നെയായിരിക്കും. ഇപ്പോൾ തന്നെ അവർ വ്യക്തമാക്കി കഴിഞ്ഞു, തങ്ങളെ മറികടന്ന് ആർക്കും അങ്ങനെ എളുപ്പത്തിൽ പോകാൻ സാധിക്കില്ല. 30 നമ്മൾ പറഞ്ഞ ഈ 11ഉം 9ഉം 20 സീറ്റ്, അതിനപ്പുറത്തേക്ക് ഒരു 30 സീറ്റിൽ വരെ ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല പോക്കറ്റുകളിലും അവർക്ക് ശക്തമായ സാന്നിധ്യവുമുണ്ട്. അതെ. എങ്ങനെന്താണ് BJPയുടെ ഭാവിയെക്കുറിച്ച് പറയാനുള്ളത്? BJPയുടെ ഭാവി ഒന്ന്, ദേശീയ തലത്തിൽ അവർ ശക്തമായതുകൊണ്ട് ഡൽഹിയിൽ നിന്നും കേരളത്തിൽ BJP വളരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ശക്തമായി തുടരും. ഇവിടെ ആ പാർട്ടിക്ക് അതനുസരിച്ചുള്ള വലിയ ലീഡർഷിപ്പ് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. പക്ഷേ എന്നാലും കാലക്രമേണ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ 84 തൊട്ട് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ BJP വളരുന്നുണ്ട്. ഒരു ഇൻക്രിമെൻ്റൽ ഗ്രോത്താണ്. പക്ഷേ ഓരോ കാലം കഴിയുന്തോറും ഇരട്ട സംഖ്യയിൽ വന്നു,
പിന്നെ ഒരു കാലത്ത് കോൺഗ്രസ്സിന് സീറ്റ് വോട്ട് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്, വിൽക്കുന്ന പാർട്ടിയാണെന്ന് ആക്ഷേപിച്ചിരുന്ന പശ്ചാത്തലത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറി. ഇപ്പം നല്ലതുപോലെ കേഡറായി, സെമി കേഡറുമായി ഒരുപാട് ചെറുപ്പക്കാർ ലീഡേഴ്സുണ്ട്. അപ്പോൾ മെഷീനറി ശക്തമാണ്. പിന്നെ RSS അതിന് വേണ്ട ഇൻഫ്ലുവൻസും കറക്റ്റീവ് മെഷറും കൊടുക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ BJP വളരണം എന്നുള്ള രണ്ടാമത്തെ ആ പോയിന്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വെല്ലുവിളികൾ ചെറുതല്ല. ഡെമോഗ്രഫിയാണ് അതെ, ഏറ്റവും വലുത് ഡെമോഗ്രഫിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഏതാണ്ട് 49% ന്യൂനപക്ഷങ്ങൾ ഉള്ള ഒരു സംസ്ഥാനത്ത്. അപ്പോൾ ഒന്ന്, ഹിന്ദു സമുദായത്തിലെ ഏറ്റവും വലിയ പ്രബല വിഭാഗം ലെഫ്റ്റിലാണ്. അപ്പോൾ ലെഫ്റ്റ് തീരെ തളരാതെ BJPക്ക് ഹിന്ദു സമൂഹത്തിൽ നിന്ന് വലിയ വോട്ട് കിട്ടും. ഇത് ഉത്തരേന്ത്യയിൽ ഇങ്ങനൊരു പ്രശ്നമില്ല. കോൺഗ്രസ്സിലുള്ള ആൾക്കാരെല്ലാം BJPയിലേക്ക് വരുന്നു. അവരെല്ലാം മിക്കവാറും ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. അപ്പോൾ ആ സാഫ്രണൈസേഷൻ വരുന്ന റൂട്ട് കോൺഗ്രസ്സിൽ കൂടെയാണ്. ശരിയാണ്, മനസ്സിലായി. ഇവിടെ അതല്ല. ഇവിടെ അത് സാഫ്രണൈസേഷൻ ശക്തമാവണമെങ്കിൽ ലെഫ്റ്റ് താഴോട്ട് പോകണം. പക്ഷേ ആ നിലയ്ക്ക് ഐഡിയോളജിക്കലായിട്ട് ലെഫ്റ്റും BJP രണ്ട് ഘട്ടത്തിലായതുകൊണ്ടാണ് ഒരു കാലത്ത് RSS മാർക്സിസ്റ്റ് സംഘടനകളുണ്ടായത്. പക്ഷേ LDF 10 കൊല്ലം ഭരിച്ചപ്പോൾ അത് കുറവാണ്. അത് കാരണം തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനും നല്ല രീതിയിലുള്ള അക്രമവാസന ഇല്ലാത്തൊരു ഭരണം കൊടുക്കണം എന്നുള്ളൊരു താല്പര്യമുള്ളത് കൊണ്ട് RSSനുമായിട്ട് സംഘടനകളൊന്നും ഉണ്ടായില്ല. അത് ശരിയാണ്. ഞാൻ ആലോചിക്കുന്നത് 80കളും 90കളുടെയും പശ്ചാത്തലത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ RSS മാർക്സിസ്റ്റ് ക്ലാഷസ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ മറ്റു ചില സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വളരണമെങ്കിൽ എങ്ങനെ CPMലെ കേഡേഴ്സിനെ എങ്ങനെ കോൺഗ്രസ്സിലേക്ക് BJPയിലേക്ക് വരും? അതിനൊരു സാധ്യത ഈ ഇലക്ഷനിൽ SDP കാണിച്ച ഒരു മണ്ടത്തരത്തിൽ കാരണമാകുമോ? അതോ OBC ഇഴവ വോട്ടുകൾ കൂടുതൽ BDGS വഴിയോ BJP നേരിട്ടോ BJPയിലേക്ക് കൊണ്ടുവരാൻ കഴിയും? അത് കൊണ്ടുവരാതെ BJPക്ക് വളരാൻ പറ്റില്ല. ഇപ്പോൾ 13% NSSും അല്ലെങ്കിൽ നായർ സമുദായവും 1% നമ്പൂതിരിമാരും അവർ നല്ല പങ്ക് BJPക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ BJPക്ക് അതുകൊണ്ട് കാര്യമില്ലല്ലോ. വോട്ട് കിടക്കുന്ന എവിടെയാണ്? വോട്ട് കിടക്കുന്നത് OBC ഭാഗത്തിലും ദളിത് കമ്മ്യൂണിറ്റിയിലുമാണ്, അല്ലേ? ഷെഡ്യൂൾ ട്രൈബ്സ്. അവിടെ നിന്ന് വോട്ട് വരണം. അവിടെ നിന്ന് വോട്ട് വരണമെങ്കിൽ ഈഴവ സമുദായത്തിലും മറ്റ് OBC സമുദായങ്ങളിലും BJP വളരണം. അതെങ്ങനെ വളർത്തും എന്നുള്ളതാണ് അവരുടെ മുമ്പ്. അവിടെ ഉണ്ടാകുന്ന വെല്ലുവിളി ഒന്ന് CPMൻ്റെ ശക്തി, രണ്ട് ഇവരെ ഇതിലേക്ക് മറ്റ് സ്റ്റേറ്റുകളെ പോലെയല്ല വെറുതെ ഹിന്ദുത്വം പറഞ്ഞാലൊന്നും ഇങ്ങോട്ട് വരത്തില്ല. നവോത്ഥാനം കഴിഞ്ഞൊരു സംസ്ഥാനമാണ്. ആ പശ്ചാത്തലത്തിൽ ഇത് അത്ര ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ മോദിയുടെ നടപടി അല്ലെങ്കിൽ നിലപാടുകൾ അത് രാജീവ് ചന്ദ്രശേഖർ അഡോപ്റ്റ് ചെയ്തൊരു മെത്തേഡാണ് വികസനം. ആ വികസനം എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്നു. ഇവർ കമ്മ്യൂണലല്ല, ഇവർ കമ്മ്യൂണലൈസേഷനേക്കാൾ അവരാഗ്രഹിക്കുന്ന രാജ്യത്തിൻ്റെ വളർച്ചയും സംസ്ഥാനത്തിൻ്റെ വികസനവും. അപ്പോൾ അങ്ങനെ ആ ഒരു ആസ്പെക്റ്റ് വർക്ക് ചെയ്ത് കുറക്കാലം കഴിയുമ്പോൾ ഒരുപക്ഷെ BJPക്ക് നമ്മൾ പറയും, പൊളിറ്റിക്സിലൊക്കെ പറയും അണ്ടർഡോഗ് എഫക്റ്റ്. അതായത് ഇവരെ പരിശ്രമിച്ചിട്ടില്ല, ഇവരെ പരീക്ഷിച്ചിട്ടില്ല, എന്നാൽ ഈ അണ്ടർഡോഗിനെ ഒന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞ് ഒരുപക്ഷെ BJPക്ക് ആ നിലയ്ക്ക് ജനങ്ങൾ സമ്മതിച്ചുകൂടാതില്ല. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും ഈ അപ്പർ കാസ്റ്റ് OBC കമ്മ്യൂണിറ്റീസിലോട്ട് ശക്തമായി ഇറങ്ങിയാലേ BJPക്ക് വളരാൻ കഴിയുള്ളൂ. ഇതോടൊപ്പം വളരെ വിവാദപരമായ കാര്യമാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുണ. കാരണം കേരളത്തിൽ പിന്നെ സെൻസസ് വെച്ചും 17-18% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അത് അവർ 10-16 സഭകളായി പിരിഞ്ഞിരിക്കുകയാണ്. അതായത് ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. പക്ഷേ ക്രൈസ്തവ സമൂഹത്തിന് വലിയൊരു എതിർപ്പ് BJP എടുത്ത് പണ്ടുമില്ല, ഇപ്പോഴുമില്ല. ഞാനിത് പറയാൻ കാരണം 1996 ഞങ്ങൾ സംസ്ഥാനം ഒട്ടുക്ക് നടത്തിയൊരു സർവേയിൽ അന്ന് ഞങ്ങൾ ആൾക്കാരോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മുന്നണിയും പാർട്ടിയും നിങ്ങളുടെ മണ്ഡലത്തിലില്ലെങ്കിൽ നിങ്ങൾ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുക? അപ്പോൾ അതിനെ ഞങ്ങൾ കുറച്ചുകൂടി കോറിലേറ്റ് ചെയ്ത് സമുദായ തലത്തിൽ നോക്കിയപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ലെഫ്റ്റിനല്ല പറയുന്നത്, BJPക്കാണ്. 96 കണക്കാണ് ഞാൻ പറയുന്നത്. അഭിപ്രായമുണ്ട്. അന്ന് LDF UDF ഉണ്ട്. പക്ഷെ അപ്പോഴും ഇത് രണ്ടുമില്ല എന്ന് സങ്കല്പിക്കുക. ഹൂ വിൽ യു വോട്ട്? അടുത്ത് നിങ്ങൾ അങ്ങനെ അതിനകത്ത് പറയുന്നതിൻ്റെ ക്രോസ് ടാബുലേഷനിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രിഫറൻസ് BJPക്കാണ്. അപ്പോൾ ആ ഒരു ഇൻക്ലിനേഷനുണ്ട്. മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിനകത്ത് അവർക്ക് രാജ്യത്തിൻ്റെ വികസനം ആഗ്രഹമാണ്, അവർക്ക് ഇൻ്റർനാഷണൽ എക്സ്പോഷറുണ്ട്, അതേസമയം ദേശീയവാദികളാണ്, വിദ്യാഭ്യാസം ആവശ്യത്തിലേറെ ഉണ്ട്, നല്ല അധ്വാനിക്കാനുള്ള മനസ്സുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ FCRയുടെയൊക്കെ വഴക്കൊക്കെ അവിടെ ഇരിക്കട്ടെ, പക്ഷേ അതില്ലെങ്കിൽ പൊതുവിൽ അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോട് അങ്ങനെ വലിയൊരു എതിർപ്പൊന്നുമില്ല മറ്റ് പാർട്ടികൾ കാണിക്കുന്നത് പോലെ. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിലേക്ക് എങ്ങനെ വളരാൻ കഴിയും? അതൊരു വലിയൊരു ചലഞ്ചാണ്. അവിടെ ആൾറെഡി RSSൽ കൂടി വളർന്ന ജോർജ് കുര്യനും
അനൂപ് ആൻ്റണിയെ പോലെ കുറച്ച് പേരുണ്ട്. അവർ കമ്മിറ്റഡ് ആണ്, അവർ ഇനിയും വളരും, സംശയമൊന്നുമില്ല. പക്ഷേ തൽക്കാലത്തേക്ക് വന്നു കഴിഞ്ഞ ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ നമുക്കറിയാം അത് അല്ലേ, ഷോൺ ജോർജും PC ജോർജും അങ്ങനെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ഈ പാർട്ടി NDA അലയൻസിൽ വന്ന 2020 അതൊരു റിലീജിയസ് പാർട്ടി അല്ല, എന്നാലേ യാക്കോബായ സമുദായക്കാരെ ആകർഷിപ്പിക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തുള്ള കമ്മ്യൂണിറ്റീസ് തമ്മിൽ യോജിപ്പില്ല എന്നുള്ളതാണ്. പലപ്പോഴും യോജിപ്പില്ല. പിന്നെ അതിനകത്ത് OBC കമ്മ്യൂണിറ്റി ഉണ്ട്. ഞാൻ ഈ 18% പറഞ്ഞതിനകത്ത് ഒരു 14% അപ്പർ കാസ്റ്റും, ഞാനത് അപ്പർ കാസ്റ്റ് എന്ന് തന്നെ പറയാം, ബാക്കി ഒരു 4% OBC ആണ്. അത് കൂടുതലും ലാറ്റിൻ കാത്തലിക്സ്, സാൽവേഷൻ ആർമി അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളാണ്. ദളിത് ക്രിസ്ത്യൻസ് അല്ലാത്ത ഒരു OBC വിഭാഗം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളത്. അവരാണോ അതോ അപ്പർ കാസ്റ്റാണോ കൂടുതൽ BJPക്ക് വരാൻ സാധ്യത? എനിക്ക് തോന്നുന്നു അതിനകത്ത് അപ്പർ കാസ്റ്റായ ഓർത്തഡോക്സ്, കാത്തലിക്സ്, പ്രൊട്ടസ്റ്റൻസ് അങ്ങനെയുള്ള വിഭാഗത്തിന് വലിയൊരു വിരോധം BJPയുടെ അടുത്തില്ല. അത് വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന സമയം തൊട്ട് നമുക്കതറിയാം. ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ 2-3 ഒന്ന്, ഉത്തരേന്ത്യയിൽ നടക്കുന്ന പള്ളിയിലേക്ക് നടക്കുന്ന ആക്രമണങ്ങൾക്ക് ഇവിടെ മാധ്യമങ്ങൾ വലിയ ചർച്ചയുണ്ടാകും. നാച്ചുറലി ഒരു BJP ഫീലിംഗ് അവരുടെ കമ്മ്യൂണിറ്റിയിലുണ്ടാകും. ഇപ്പോൾ FCR ആയിട്ട് ബന്ധപ്പെട്ട് വാസ്തവത്തിൽ FCRയുടെ കാര്യത്തിൽ ഒന്ന്, ഈ സമയത്ത് ഇത് അവതരിപ്പിച്ചൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ അവസരം കൊടുക്കരുതായിരുന്നു. അത് BJPയുടെ ഒരു തകർച്ചയും പരാജയവും തന്നെയാണ്. 2, എന്താണ് FCR എന്നും FCRയുടെ അമെൻമെൻറ്റ് ബില്ല് എന്തുകൊണ്ട് വരണമെന്നും പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതിനകത്ത് ആദ്യം പിടിച്ചിരിക്കുന്നത് അമൃതാനന്ദമയ്യയാണ്. അന്തർദേശീയ ഓവർസീസ് വിശ്വഹിന്ദു പരിഷത്ത് ഇവരെല്ലാം FCRയുടെ ക്യാൻസലേഷൻ വാങ്ങിച്ച പാർട്ടികളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FCR ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, ഇതിന് വ്യക്തമായ നിയമമുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് ടൈറ്റൻ ചെയ്യണം. NGOസിന് കൊടുക്കുന്ന ഫണ്ട്, വിദേശത്ത് നിന്ന് കിട്ടുന്ന ഫണ്ട് ഇന്ത്യയിൽ യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ചോദിക്കാനുള്ള അവകാശം കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. ശരിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെ നിന്ന് വരുമാനം ഉണ്ടാക്കിയാൽ ആ വരുമാനം നമ്മൾ ഡിക്ലെയർ ചെയ്ത് കരം കൊടുക്കുന്നു. അത് വെളിയിൽ നിന്നാണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് കാണിച്ചേ പറ്റും. പക്ഷേ ഞാനൊരു സന്നദ്ധ സംഘടന നടത്തുമെന്നിരിക്കട്ടെ, ഞാൻ ആ സന്നദ്ധ സംഘടന നടത്തുമ്പോൾ അതിന് വെളിയിൽ നിന്ന് വരുമാനം വരുന്നുണ്ടെങ്കിൽ I am bound to submit FCRA forms every year. തീർച്ചയായിട്ടും. എന്തായാലും എനിക്ക് തോന്നുന്നു കേരളവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർ ഉത്തരേന്ത്യയിൽ അങ്ങ് പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിൽ പയറ്റുന്ന തന്ത്രമായിരിക്കരുത് ഇവിടെ. ഇത് കേരളമാണ്. കേരളത്തിൽ കൃത്യമായി ഇൻക്ലൂസീവായി പോകാൻ സാധിക്കണം. എനിക്ക് തോന്നുന്നു അവരുടെ തിങ്ക് ടാങ്കും അവരുടെ ആ ഒരു ബാക്ക് എൻഡിൻ്റെ സ്ട്രെങ്തും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് തിരുത്തുമെന്ന് തോന്നുന്നു. അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഈ വരുന്ന പതിറ്റാണ്ട് അല്ലെങ്കിൽ ഈ ഒരു 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലും വലിയൊരു ഫോഴ്സായി BJP വരും എന്നാണ് ഒരു ഇൻറ്റ്യൂഷൻ തോന്നുന്നത്? അങ്ങേക്ക് എന്ത് തോന്നുന്നു? അത് ശരിയാണ്. BJP കേരളത്തിൽ വലിയൊരു ഫോഴ്സായിട്ട് വരും. അത് കാരണം BJP ഇതുപോലെ ഏറ്റവും ദുർബലമെന്ന് കരുതുന്ന ത്രിപുരയിലും അധികാരത്തിൽ വന്നു. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷമാണ്, മുഖ്യ പ്രതിപക്ഷമാണ്. ഇത്തവണ നല്ലൊരു മത്സരം കാഴ്ചവെക്കുന്നു. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് BJPക്ക് അതിൻ്റേതായ ഒരു അട്രാക്ഷൻ ഉണ്ട് ദേശീയ തലത്തിൽ. ഇന്ന് 18 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നൊരു പാർട്ടിയാണ്, അത് മുന്നണിയുമാണ്. പിന്നെ അവർക്ക് തിങ്ക് ടാങ്ക് ഉണ്ട്, പ്രവർത്തിക്കാനുള്ള ലീഡർഷിപ്പുണ്ട്, ആശയങ്ങളുണ്ട്, അവർ ഭാവിയിലേക്ക് കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നാളെ കേരളത്തിലെ പ്രതിപക്ഷമായിട്ട് BJP വന്നാൽ അത്ഭുതപ്പെടേണ്ട. അങ്ങനെയുള്ള സാഹചര്യം ഒരുപക്ഷെ 10 വർഷം കഴിഞ്ഞോ മറ്റോ അതിനുള്ള സാധ്യതയുണ്ട്. അവരത് കണക്കാക്കി തന്നെയാണ് വർക്ക് ചെയ്യുന്നതിന് ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. മറ്റൊരു കാര്യം താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ ഇൻക്ലൂസീവ്നെസ് കുറച്ചുകൂടി വ്യക്തമാണ്. അവിടെ കുറച്ച് അവരുടെ ആശയത്തിൽ നിന്ന് കുറച്ച് നോർത്ത് ഇന്ത്യ പോലെയല്ല. കാരണം ഇവിടുത്തെ ഒരു സെക്യുലർ കണ്ടക്സ്റ്റ് ഉണ്ട്. ആ സെക്യുലർ കണ്ടക്സ്റ്റ് മനസ്സിലാക്കണം. ആ സെക്യുലർ കണ്ടക്സ്റ്റ് മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് 2020 നേതാവിനെ ലീഡർഷിപ്പിനെ കൊണ്ടുവന്നു, PC ജോർജിനെ കൊണ്ടുവന്നു. അതിനപ്പുറം കൂടുതൽ ഇതിൽ ലീഡർഷിപ്പിനെ കൂടുതൽ കൊണ്ടുവരികയും അവർക്ക് ഈ ഇന്ത്യയിലെ വളർച്ചയ്ക്ക് വികസനമാണ് പ്രധാനം. ആ ആശയമായിക്കൊള്ളട്ടെ, രാജീവ് സർ പറയുന്ന ആശയമായിക്കൊള്ളട്ടെ. പക്ഷേ അത് പറഞ്ഞ് അതിൽ കൂടി ഫോക്കസ് ചെയ്ത് കൂടുതൽ ആൾക്കാരെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ BJPക്ക് അകത്തൊരു സെക്യുലറൈസേഷൻ വരണം. അത് നോർത്ത് ഇന്ത്യയിലുള്ള പോലെ പക്കാ ഹിന്ദുത്വം കൊണ്ട് ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ മാറ്റം കൂടി ഉൾക്കൊണ്ട് കേരളത്തിൻ്റെ കണ്ടക്സ്റ്റ് അനുസരിച്ചുള്ളൊരു മാറ്റം, അതാണ് ഒരു പക്ഷേ ഈ ഡെവലപ്മെൻറ്റ് അജണ്ടയെ കൂടി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതെ, ആ നിലയ്ക്ക് അത് ഒരു അട്രാക്ഷനുള്ളൊരു സോഴ്സാണ്. രാജീവ് ചന്ദ്രശേഖർ പയറ്റിയ തന്ത്രം മികച്ചത് തന്നെയാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ആൾക്കാരുടെ ഇടയിലേക്ക് അക്സെപ്റ്റൻസ് കിട്ടിയത്. അതെ. പക്ഷേ എനിക്ക് അത് പറയുമ്പോഴും ചൂണ്ടിക്കാണിക്കാനുള്ളത് ശബരിമല പ്രശ്നത്തിൽ ഒരു ലോ പ്രൊഫൈൽ. എനിക്ക് തോന്നുന്നു അവരത് കരുതിയിട്ടുണ്ടാകും. അതായത് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് UDFന് അനുകൂലമായിട്ടാണ് പോയത്. കാറ്റ് മുഴുവൻ ആഞ്ഞടിച്ചത് UDF ക്യാമ്പിലെ അനുകൂലമായിട്ടാണ്. ഇനിയും ഇത് ഇവർ ഉയർത്തിക്കൊണ്ടുവന്നാൽ UDFന് അനുകൂലമാകുമോ എന്നവർ അങ്ങനെ ആയിരുന്നില്ല ധരിക്കേണ്ടിയിരുന്നത്. ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ UDFൻ്റെ കയ്യിലോട്ട് പോകാതെ ഇത് സ്വർണ്ണക്കൊള്ള കറപ്ഷൻ്റെ ഭാഗമാണെന്നും ഇത് അയ്യപ്പനെ എല്ലാവരും ആരാധിക്കുന്ന ദൈവമാണെന്നും
അവിടുത്തെ പൂജകളെല്ലാം ഹിന്ദു ആശയങ്ങളിലാണെന്നും അത് പറയാൻ എന്തിനാ മടി കാണിച്ചത്? അതെ അതെ, അതെനിക്ക് അത് മനസ്സിലാവുന്നില്ല. കുറെ കൂടി ഒരു അത് കൂടുതൽ ചാമ്പ്യൻ ചെയ്യേണ്ടിരുന്നത് BJP ആയിരുന്നില്ലേ? കഴിഞ്ഞ തവണ പന്തളം മുനിസിപ്പാലിറ്റി കിട്ടി, ഇത്തവണ അതും കിട്ടിയില്ല. അതും കിട്ടിയില്ല. അതെ അപ്പോൾ BJP ഒരു സംശയിച്ച് നിന്നു. അതെ, അത് സംശയിച്ചു. ശബരിമലയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു സെക്യുലർ ആഞ്ഞടിക്കേണ്ടതായിരുന്നു. അവിടെ പറഞ്ഞത് പ്രൊഫൈൽ തീരെ കുറഞ്ഞു പോയി. അത് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ദോഷം ഉണ്ടാക്കാൻ സാധ്യതയില്ലേ? അതൊരു പോയിൻ്റാണ് സാർ, അതൊരു പോയിൻ്റാണ് തീർച്ചയായിട്ടും. എന്തായാലും കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വളരെ ആഴത്തിലുള്ള വിശകലനമാണ് ഇന്നിവിടെ നടന്നത്. അതിനെ ഏതാനും വാക്കുകളിലൂടെ എനിക്കിവിടെ അവതരിപ്പിക്കാൻ സാധിക്കില്ല. ഇടതുപക്ഷത്തിന് സംഭവിച്ചിട്ടുള്ള അപജയം ഒന്നൊന്നായി അദ്ദേഹം എണ്ണിപ്പറഞ്ഞു. UDFന് കൈവന്നിരിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ്. പക്ഷേ തമ്മിൽ തല്ലി അത് നശിപ്പിച്ച് കളയരുത് എന്ന ഒരു മുന്നറിയിപ്പും ഇവിടെ മുന്നോട്ട് വയ്ക്കുകയാണ്. കൂടാതെ വരും നാളുകളിൽ വലിയൊരു ഫോഴ്സായി BJP കേരളത്തിലും ഉണ്ടാകും. ഇപ്പോൾ തന്നെ അവർ കൃത്യമായി വരവറിയിച്ചു കഴിഞ്ഞു, ചുവടുറപ്പിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് അവർ ശക്തമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് മുന്നിൽ വ്യക്തമായി കാണാനും സാധിക്കും. പ്രൊവൈഡഡ് അവർ കുറെ കൂടി കേരളത്തിൻ്റേതായിട്ടുള്ള സാംസ്കാരിക സെക്യുലർ മനോഭാവം മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഇവിടെ ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായൊരു തന്ത്രം പ്രയോഗിക്കുവാനും അവർ തയ്യാറാകേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വലിയ വേഗത്തിൽ അവർക്ക് കേരളത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു കയറാൻ സാധിക്കും, ജാതിമത വ്യത്യാസമില്ലാതെ എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു. നമസ്കാരം. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.